അയ്യപ്പേട്ട ഗുഡ് മോർണിംഗ്. ചേട്ടാ, രാവിലെ ഒരു ചൂടൻ വാർത്ത വന്നിരിക്കുന്നു. നമ്മുടെ ബിഗ് ബ്രേക്കിംഗ്. എന്തായാലും അത് നമ്മുടെ PV അൻവർ MLA അദ്ദേഹം അടുത്ത ചാട്ടം UDF-ലേക്കാണ്, കോൺഗ്രസിലേക്കാണ് എന്നൊക്കെ പറയുന്നു. എന്താണ് അതിന്റെ പുതിയ വിവരങ്ങൾ? അതായത് PV അൻവർ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ CPM മലപ്പുറത്തൊരു സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തൊരു സ്വതന്ത്രനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് അൻവർ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മളെ തന്നെ പല വീഡിയോയിലും പറഞ്ഞിരുന്നു, സുധാകരന് PV അൻവറിനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു PV അൻവർ കോൺഗ്രസിൽ വരികയാണെങ്കിൽ അവൻ തെറ്റ് തിരുത്തട്ടെ, അവൻ വരട്ടെ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ സൈഡിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് അൻവർ ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും ആ സ്ഥാനാർത്ഥിയെ അൻവർ പിൻവലിച്ചു. എന്നിട്ട് ചേലക്കര തന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിനെ പോലെ വിമതനായ ഒരു കോൺഗ്രസ്സുകാരനാണ് ചേലക്കര നിർത്തിയത്. എന്നിട്ട് അദ്ദേഹം കുറച്ച് വോട്ടൊക്കെ പിടിച്ചു. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് PV അൻവർ LDF-ലെ ചില ഘടകകക്ഷികളെ വരെ അടർത്തിക്കൊണ്ട് UDF-ലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് UDF-ലേക്ക് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുകയാണെങ്കിൽ K മുരളീധരന്റെ പിന്തുണയുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുണ്ട്, KC വേണുഗോപാലിന്റെ പിന്തുണയുണ്ട്. ഇവര് മൂന്ന് പേരുടെയും ഒരു പിന്തുണ ഇപ്പോ ചെറുതായിട്ട് VD സതീശൻ അയഞ്ഞു തുടങ്ങിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ മൂന്ന് പേരും ഇദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് തുടക്കം മുതൽ കൊടുത്തു എന്നുണ്ടെങ്കിൽ അൻവർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ തുടക്കം എന്ന രീതിയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ ഒരു സാധ്യത തുടക്കം മുതൽ എന്താന്ന് വെച്ചാൽ സുധാകരൻ എന്താ പറയാ മുന്നും പിന്നും നോക്കാതെ ആഞ്ഞടിക്കുന്ന ഒരു സുധാകരന്റെ ബോഡി ലാംഗ്വേജ് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് PV അൻവറിന്റേതും. അപ്പോൾ തെറ്റ് തിരുത്തി വന്നാലും പിണറായിക്കെതിരെ പിണറായിക്കെതിരെ ഒരാള് എന്ന രീതിയിൽ തന്നെ ഇന്നിപ്പോ ഒരു ജനകീയ യാത്ര, രണ്ടാമതൊരു യാത്ര ഇത് അൻവർ ഇപ്പൊ ആരംഭിക്കുകയാണ്. അത് അദ്ദേഹം ചെയ്യുന്നത് അതിലെ രാഷ്ട്രീയം വന ഭേദഗതി ബില്ല് വയനാട് നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ വയനാട് പോലൊരു സ്ഥലത്ത് ഈ വന ഭേദഗതി ബില്ല് ഇപ്പൊ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പൊ അതിന് ഒരു പ്രോമിനൻസ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ആരംഭിക്കുകയാണ്. അത് മാനന്തവാടിയിൽ നിന്ന് വഴിക്കട വരെയാണ് അതിന്റെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ഒരു DCC-യുടെ കോൺഗ്രസ് നേതാവ് അപ്പച്ചനാണ്, MD അപ്പച്ചനാണ്. DCC-യുടെ വയനാട് പ്രസിഡന്റാണ് അദ്ദേഹം, DCC പ്രസിഡന്റാണ്. അദ്ദേഹം അപ്പച്ചനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. അത് കോഴിക്കോട് എത്തുമ്പോൾ പ്രദീപ് കുമാറിനെ കൊണ്ട് പ്രവീൺ കുമാറിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. പിന്നെ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെ കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് കോൺഗ്രസ് MLA-മാരെ കൊണ്ടാണ് ആ സംഭവങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഇത് ഉദ്ഘാടനം ചെയ്യിക്കണമെങ്കിൽ അവരുടെ മെയിൻ തലപ്പത്തു നിന്നുള്ള അനുവാദം കൂടെ അവർക്ക് വേണം. കോഴിക്കോട് എത്തുമ്പോൾ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കാസിം എത്തുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ ഉണ്ട്. പിന്നെ വേറെ മലപ്പുറത്ത് എത്തുമ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം. സമാപന സമ്മേളനം ET മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന്റെ MP. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് അൻവറിനെ കോൺഗ്രസ് കോൺഗ്രസിലേക്ക് അൻവർ പോകുന്നതാണ്. ഇത് ഗുണകരമാകുമോ കോൺഗ്രസിന് അൻവർ വരുന്നത് കൊണ്ട്? തീർച്ചയായിട്ടും ഗുണമുണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ LDF-ലെ പല ഘടകകക്ഷികളും അസംതൃപ്തരാണ് എന്നൊരു വാർത്തയുണ്ട്. അതായത് ഇവരിപ്പോൾ 2 ടൈമിൽ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തന്നെയും CPM പൊതുവെ ഒരു വലിയേട്ടനാണ്. ഈ വലിയേട്ടനായ CPM എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി ഒതുക്കിയിട്ട് അവർ തന്നെയാണ് എല്ലാം കയറി നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇപ്പം CPI പോലും അത്ര തൃപ്തരല്ല. അപ്പോൾ അത് കഴിഞ്ഞ് CPM-ലെ ഒരു യുവ MLA തുടങ്ങിയിട്ട് പിന്നെ 3-4 പേര് തന്നെ ചാടാനുള്ള 2 ഘടകകക്ഷി MLA-മാരും ഒരു യുവ MLA-യും കോൺഗ്രസിലേക്ക് മാറാനുള്ള, അതായത് UDF-ലേക്ക് മുന്നൊരുക്കമൊക്കെ നേരത്തെ തന്നെ തുടങ്ങി. അല്ല, അൻവർ ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. അപ്പൊ അദ്ദേഹം കച്ചവടക്കാരൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഇതിനൊക്കെയുള്ള ചർച്ചകളൊക്കെ ആൾറെഡി ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ ഇതിൽ പൊളിറ്റിക്കലി കച്ചവടം എങ്ങനെ നടത്താമെന്നുള്ളത് അൻവറിന് നന്നായിട്ട് അറിയാം. അല്ല, അൻവർ ഡൽഹിയിൽ വെച്ച് ലീഗ് നേതാക്കളെയും കണ്ടിരുന്നു. ഇപ്പൊ അദ്ദേഹം ഡൽഹിയിൽ ഇടയ്ക്ക് പോയിരുന്നല്ലോ. അപ്പോൾ അൻവർ ഈ ഇദ്ദേഹത്തിൻ്റെ കേസിനൊക്കെ, നമ്മുടെ നവീൻ ബാബുവിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തോ ഒരു യാത്രയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ ഒരു വാർത്തയുണ്ട്. പിന്നെ ഇങ്ങനെ 3 MLA-മാരെ അടർത്തി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതും ഈ VD സതീശനെയൊക്കെ അൻവർ മോശക്കാരനല്ല എന്ന് VD സതീശൻ അറിയാം. പക്ഷെ VD സതീശൻ ഒരു ലീഡറല്ലേ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം. അഡ്വക്കേറ്റ് ജയശങ്കറിനെയൊക്കെ പറഞ്ഞത്
എത്ര മോശമായ അല്ല, അൻവറിനെ സംബന്ധിച്ച് അറിയാമല്ലോ. അൻവർ ഷാജൻസ്കറിയെ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറുനാടൻ മലയാളി. നമുക്ക് ചെസ് നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കും ചെസ് നമ്പർ ഇട്ടിരുന്നതാണ്. അയാളൊരു ഭയങ്കര വിവാദ വ്യവസായിയല്ലേ. അൻവറിനെ അവിടെ CPM നിർത്തിയത്, അദ്ദേഹം ജയിച്ചതും മലപ്പുറത്ത് അവർക്കൊരു സീറ്റ് വേണം എന്നുള്ളത് കരുതി തന്നെയാണ് അൻവറിനെ പിണറായി വിജയൻ നിർത്തിയത്. ഒരു പരിധിവരെ പിണറായിയുടെ പല കാര്യങ്ങളിൽ കൂട്ടുനിന്ന ഒരാളാണ്. പക്ഷേ ADGP അജിത് കുമാറുമായി തെറ്റുകയും, അത് പറഞ്ഞു കേൾക്കുന്നത് തമാശയായിട്ടാണെങ്കിൽ P ശശി, ADGP അജിത് കുമാർ, അൻവർ ഇവരുടെ കൂട്ടുകച്ചവടം എവിടെയോ തെറ്റി. അപ്പോഴാണ് ഇതിൽ അൻവർ പുറത്തേക്ക് ചാടുന്നത്. അവിടെയും P ശശിയും ADGP അജിത് കുമാറും തമ്മിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ADGP അജിത് കുമാർ ഇപ്പോഴും സേഫ് സോണിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെ എതിർക്കുന്ന ഒരാൾ അത്ര മാത്രമേ UDF നോക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനെ ശക്തനായി എതിർക്കുന്ന ഒരാളെന്ന രീതിയിൽ PV അൻവറിനെ അവർ തീർച്ചയായിട്ടും UDF അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാധ്യത. എന്റെ ചോദ്യം അതല്ല ചേട്ടാ, ഇത് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും CPM-ന് തലവേദനയായിരുന്നു. CPM ഇപ്പൊ ഈ അവസാന ഘട്ടത്തിലാണ് തലവേദന. ഇതുപോലെ തന്നെ ഒരു തലവേദന അല്ല, അവരെ സംബന്ധിച്ച് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ആയിട്ട് രണ്ട് ടൈമിൽ ഭരണം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ, CPM-ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഘടകകക്ഷികൾ വളരെ അസംതൃപ്തരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള അവരുടെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഘടകകക്ഷികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി വരെ ചിലപ്പോൾ LDF വിട്ട് പോകാനുള്ള സാധ്യതയുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇപ്പം വേറൊരു കാര്യം അറിയുന്നത്, കുട്ടനാട് സീറ്റ് വരെ CPM നോട്ടമിടുന്നു എന്നൊക്കെ പറയുക. അപ്പോൾ LDF-ൽ ഒരു വലിയേട്ടനാണ് CPM. CPM-നകത്ത് പിണറായി വിരുദ്ധ തരംഗം ആൾറെഡി പാർട്ടിക്ക് അകത്തും CPM-ൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള സ്ഥലങ്ങളിൽ 3 MLA-മാരാണ് ഇവരുടെ കൂടെ വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ കൂടെ UDF-ലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് വോട്ടാക്കി മാറ്റാൻ അവർ ശ്രമിക്കുമ്പോഴത്തേക്ക് അൻവർ കൂടി വന്നു കഴിഞ്ഞ് ഈ MLA-മാർ ഘടകകക്ഷികളൊക്കെ ചേരുമ്പോൾ UDF-ന് ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ വേണ്ടി UDF ഏതറ്റം വരെയും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഒരു അവർ തമ്മിലൊരു നീക്കുപോക്കിനേക്ക് പോവുകയും, അൻവർ വെറുതെ ആയിരിക്കില്ല പോകുന്നത്. അൻവറിനോടൊപ്പം അൻവറിൻ്റെ DMK എന്ന പാർട്ടി ഇപ്പം അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ്, അതിന് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അൻവറിനെ K മുരളീധരനും ഈ പറയുന്ന ബാക്കിയല്ല K സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ ഇഷ്ടമായ സ്ഥിതിക്ക്, അങ്ങേയറ്റം കേന്ദ്രത്തിൽ KC വേണുഗോപാലിന് വരെ ഇഷ്ടമായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് എന്ത് വന്നാലും ഈ ചാഞ്ചാടി നിൽക്കുന്ന കുറേ പേരെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അൻവർ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വിശുദ്ധനായിട്ട് അദ്ദേഹത്തിനെ അങ്ങ് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കോൺഗ്രസിന് തലവേദനയൊന്നും ആവത്തില്ല. കാര്യം അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ ഇവർ 3 പേരും മതി. K സുധാകരൻ തന്നെ മതി അൻവറിനെ നിയന്ത്രിക്കാനായിട്ട്. K സുധാകരനും KC വേണുഗോപാലും K മുരളീധരനും അടങ്ങുന്ന ആ ടീം. അപ്പോൾ ഇദ്ദേഹം VD മാത്രമല്ല അദ്ദേഹത്തിനെ എതിർത്ത് നിൽക്കുന്നുള്ളൂ. അപ്പോൾ VD എതിർത്ത് നിന്നാലും അവർ 3 പേരെയും കൊണ്ട് ഇദ്ദേഹത്തിനെ പിടിച്ചു കെട്ടാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരാളല്ല, അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സംഘവും കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അതായത് സുധാകരനായിരിക്കും മിക്കവാറും എന്താ പറയുക കൂച്ചുവിലങ്ങിട്ട് നിർത്തുന്നത്. അതിനകത്ത് വേറൊരു സംഭവം കൂടെ വരും. കാര്യം അൻവറിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയത്തിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു ചർച്ചയൊക്കെ വരുമ്പോഴാണ് VD എന്തായാലും അൻവർ പിന്താങ്ങില്ല, VD സതീശനെ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 3 പേർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അൻവറും സമ്മതിക്കുള്ളൂ. അപ്പോൾ ഇതിൽ LDF പിളർന്നു പോവുക എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ച് ഇനി അടുത്തൊരു പ്രതിരോധം LDF എങ്ങനെയായിരിക്കും തീർക്കാൻ പോകുന്നത്. കാര്യം ഈ 3 ഘടകകക്ഷികൾ വരെ എത്രയോ ഘടകകക്ഷികൾ ചാടാൻ നിൽക്കുന്നു എന്ന് പറയുന്നത്, അവരെ എങ്ങനെ കൂടെ നിർത്താൻ ഇനി LDF-ൽ ഇപ്പോൾ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന പുതിയൊരു കൺവീനറാണ്. നേരത്തെ ഇദ്ദേഹമായിരുന്നു, EP ആയിരുന്നു. EP-യെ ഇവർ പുറത്താക്കിയതാണ്. അപ്പോൾ ഈ TP രാമകൃഷ്ണൻ അടങ്ങുന്ന CPM-ലെ പുതിയ കൺവീനർ അവർ എങ്ങനെയായിരിക്കും, ആ ഒരു സംഘം അവർ എങ്ങനെയായിരിക്കും? കാര്യം എനിക്ക് തോന്നുന്നത് ഇയാളൊന്നും ശശീന്ദ്രനൊന്നും പോകത്തില്ല. കാര്യം ശശീന്ദ്രൻ ഈ പറയുന്ന പോലെ എത്രയോ നാൾക്ക് പിണറായിയുടെ ബന്ധു കൂടെയാണെന്നാണ് അറിവ്. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതേ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് PV അൻവർ കോൺഗ്രസിൽ ചേരുമെന്ന് അങ്ങനെ ഒരു വാർത്ത ഈ ജനകീയ യാത്ര കഴിയുമ്പോൾ PV അൻവർ കോൺഗ്രസിലേക്ക് ചേർന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിനാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അൻവർ നിശബ്ദനായിരുന്നു. ഈ നിയമസഭാ സമ്മേളനത്തിൽ അൻവർ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ടിടത്തും ഇല്ലാത്തൊരവസ്ഥയിലാണ് അൻവർ ഉള്ളത്. ഈ നിയമസഭ കഴിയുന്നതിന് മുമ്പ് അൻവർ UDF-ലേക്ക്, അതായത് ഇനി വരുന്ന 10 മാസത്തിനകത്ത് ഒരു ബിഗ് ഡെവലപ്മെൻറ്റ്, അതായത് തദ്ദേശ ഇലക്ഷനിൽ അൻവറിൻ്റെ കൂടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാൻ UDF-ൻ്റെതായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അൻവർ UDF-ലേക്ക് തന്നെ എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.